Good morning, all. Good morning, ma'am. Good morning, ma'am. Good morning. Good morning, ma'am. 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 Morning. എങ്ങനെയുണ്ട് PG ക്ലാസ് ഒക്കെ തുടങ്ങിയിട്ട് ഡിപ്ലോമയും PG തമ്മിൽ എങ്ങനെയുണ്ട്? ഗുഡ് മോർണിംഗ്. കുഴപ്പമില്ല അല്ലേ? നമ്മ ഡിപ്ലോമയിൽ പഠിച്ചതിന്റെ കണ്ടിന്യൂവേഷൻ അല്ലേ ഓരോ ചാപ്റ്റേഴ്സും? Yes, ma'am. മിസ്സിന് കണ്ടിട്ടുണ്ടായിരുന്നു അവരോ? കുറച്ച് പേര് കണ്ടിട്ടുണ്ട്. 7th-ലും 9th-ലും ഉള്ള പിള്ളേര് കണ്ടിട്ടുണ്ടോ? ഇല്ല. Yes, ma'am. മിസ് കണ്ടിട്ടുണ്ട്. ഓക്കെ, മിസ്സിന്റെ പേര് വാഹിദ എന്നാണ്. അറിയാത്തവർക്ക് വേണ്ടി പറയുന്നതാണ് കേട്ടോ. മിസ്സിന്റെ പേര് വാഹിദ എന്നാണ്. നമ്മുടെ മിസ്സാണ്. ഓ 9th ബാച്ചിൽ മിസ് ആയിരുന്നു വാഹിദ മാം. 9th ബാച്ചിൽ മിസ് എടുക്കുന്നുണ്ട്. 7th ബാച്ചിൽ ഉണ്ടായിരുന്നു. 6th 5th ബാച്ച് ഒന്നും കണ്ടിട്ടുണ്ടാവില്ല മിസ്സിന്. ഓക്കെ, അപ്പൊ മിസ് എടുക്കാൻ പോകുന്ന ചാപ്റ്റർ പിന്നെ വേറൊരു കാര്യം, മിസ് എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ചാപ്റ്റേഴ്സ് എടുക്കുമ്പോൾ അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ അപ്പൊ ക്ലാരിഫൈ ചെയ്യാം കേട്ടോ. മിസ്സിനോട് ചോദിക്കുന്നുണ്ട്, ഒരു ഇതും തോന്നണ്ട, അപ്പൊ തന്നെ പറയാം മിസ് ഇങ്ങനെ ക്ലിയർ ആയിട്ടില്ല, ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യൂ ഉള്ള കാര്യങ്ങളൊക്കെ തന്നെ ചോദിക്കാം കേട്ടോ. മെസ്സേജ് ത്രൂ ചോദിക്കാം. മിസ് ഒന്നുകൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. അധികം സ്പീഡിൽ എടുക്കുന്നില്ല. ഇപ്പൊ 7th ബാച്ചിന്റെ 6th ബാച്ചിന്റെ ഒക്കെ എക്സാം നടന്നുകൊണ്ടിരിക്കില്ലേ? അവർക്ക് എക്സാം ആണല്ലേ. അപ്പൊ അവർക്ക് അതും പഠിക്കണം, PG-യിലെ പഠിക്കണം. അപ്പൊക്കെ കൂടി അവർക്ക് ഒരു ലോഡായിപ്പോ. അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ചീശ് എടുക്കുന്നുള്ളൂ കേട്ടോ. 1-1.5 പേജ് ഒക്കെ എടുക്കുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ചും കൂടി സ്പീഡിൽ അങ്ങോട്ട് പോവാം. അപ്പൊ എല്ലാവരും ഒന്ന് കോപ്പറേറ്റ് ചെയ്യാം. പിന്നെ മിസ് എടുക്കാൻ പോകുന്ന ചാപ്റ്റർ ഡ്രഗ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ് എന്നാണ് ഉള്ള ചാപ്റ്റർ ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ ഡിപ്ലോമയില്? ഫാർമസി പഠിച്ചിട്ടുണ്ടല്ലോ. Yes, ma'am. ഓക്കെ, ഫാർമസിയിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്? അപ്പൊ അതിന്റെ കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ടാണ് നമ്മൾ PG-യില് പഠിക്കുന്നത്. ഇപ്പൊ നമ്മൾ ഫാർമസിയിൽ പഠിച്ചത് എന്താണ്? ഫാർമസിയുടെ ഫങ്ഷൻസ് എന്തൊക്കെയാണ് അല്ലെ? ഫാർമസിയിൽ എന്തൊക്കെ എക്യുപ്മെന്റ്സുകൾ ഉണ്ട്? ഫാർമസിയുടെ ഇൻഫ്രാസ്ട്രക്ചർ എങ്ങനെയാണ് അല്ലെ? ഫാർമസിയുടെ ഓപ്പറേഷൻസിനെ, പ്രവർത്തനങ്ങളെ കൺട്രോൾ ചെയ്യുന്ന അല്ലെ, അത് നിയന്ത്രിക്കുന്ന കമ്മിറ്റി ഏതാണ്? അവരുടെ പ്രവർത്തനങ്ങൾ എന്തെല്ലാമാണ് അല്ലെ? ഫാർമസി സർവീസിലെ പ്രോബ്ലംസ് എന്തൊക്കെയാണ്? എന്തൊക്കെ തരത്തിലുള്ള മെഡിസിനുകളാണ് ഫാർമസിയിൽ സ്റ്റോർ ചെയ്യുന്നത്? അതൊക്കെ നമ്മൾ പഠിച്ചേ. ഡ്രഗ് സ്റ്റോർ. പിന്നെ എന്താണ്? ഒരുപാട് റെക്കോർഡ്സുകൾ, രജിസ്റ്റേഴ്സ് ഒക്കെ ഫാർമസിയിൽ സ്റ്റോർ ചെയ്യുന്നുണ്ട് അല്ലെ? അപ്പൊ അതായത് ഏതൊക്കെ തരത്തിലുള്ള റെക്കോർഡ്സുകളാണ് ഫാർമസിയിൽ സൂക്ഷിക്കുന്നത്? പിന്നെ ഫോർമുലറി എന്താണ് അല്ലെ? ഡ്രഗ് ഫോർമുലറി എന്താണ്? അതിൽ എത്ര മെഡിസിൻ വരെ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട് അല്ലെ? അതൊക്കെയാണ് പഠിച്ചത് അല്ലെ? ഇതിൽ കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ട് ഉള്ള കാര്യങ്ങളായിട്ട് ഫാർമസിയിലെ പ്രവർത്തനങ്ങൾ നടത്താനായിട്ട് ലൈസൻസ് ആവശ്യമാണ് അല്ലെ? എന്റെ ഫാർമസി മാനുഫാക്ചറിങ് ആയിക്കോട്ടെ, സപ്ലൈ ആയിക്കോട്ടെ. അപ്പൊ അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നടത്തണമെങ്കിൽ എന്ത് വരും? ആ ഫാർമസി സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടി അവർക്ക് ലൈസൻസ് വേണം. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് പഠിക്കാനുള്ളത് കേട്ടോ. അതൊക്കെ പോകുന്നുള്ളൂ കേട്ടോ. അപ്പൊ എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിച്ച് ക്ലാസ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. നമ്മുടെ പ്രീവിയസ് നോളജ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് ക്ലാസ് പോവാം. ഫാർമസിയുടെ ഫങ്ഷൻസ് എന്തൊക്കെയാ പഠിച്ചേ ഡിപ്ലോമയില? ഫാർമസിയുടെ ഫങ്ഷൻസ് ഓരോരുത്തരായിട്ട് ഫങ്ഷൻസ് പറഞ്ഞേ, അറിയാവുന്നത്. നിങ്ങളുടെ ഡിപ്ലോമയിൽ പഠിച്ച കാര്യങ്ങൾ അവിടെ തന്നെ കളഞ്ഞോ നോക്കട്ടെ.
To prepare of hospital drug formulary. Patients and outpatients. നമുക്ക് ടൈപ്പ് ചെയ്തിട്ടാ മതി ഓരോരുത്തര്. ഇനി റെക്കോർഡഡ് ക്ലാസ് കാണുന്നവർക്ക് ഡിസ്റ്റർബൻസ് വേണ്ട, നമ്മൾ വോയിസ് വിടുന്നു. ഓക്കെ, സ്റ്റോറേജ് ഉണ്ട്. പിന്നെ എന്താണ് ഇൻഫർമേഷൻ ഓൺ ക്വാളിറ്റി അല്ലെ? എന്താണ് ഫാർമസിയിലെ അവിടെയുള്ള മരുന്നുകളെ ക്വാളിറ്റി ടെസ്റ്റ് ചെയ്യണം അല്ലെ? ചെക്കിംഗ് ഉണ്ട്. പർച്ചേസിംഗിലെ ക്വാണ്ടിറ്റി പർച്ചേസിംഗ് ഉണ്ട്. പിന്നെ ഇത്രയുള്ളൂ. ഇൻസ്പെക്ഷൻ നടത്തുന്നുണ്ട്. പേഷ്യന്റ് കൗൺസിലിംഗ് നടത്തുന്നുണ്ട്. ഓക്കെ, ഡ്രഗ് സപ്ലൈ നടത്തുന്നുണ്ട് അല്ലെ? മെഡിക്കൽ എന്താണ് നഴ്സും പേഷ്യന്റും തമ്മിലുള്ള റിലേഷൻ കീപ്പ് ചെയ്യുന്നുണ്ട് അല്ലെ? ഫാർമസി മരുന്നുകളെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ്, എഡ്യൂക്കേഷൻസ് ഒക്കെ കൊടുക്കുന്നത് എവിടെ നിന്നാ? ഫാർമസിയിൽ നിന്ന് അല്ലെ? ബഡ്ജറ്റ് ഡിമാൻഡ്. ഡ്രഗ് ഇൻഫർമേഷൻ സോഴ്സ് ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ? ട്രസ്റ്റ്വർത്തി സപ്ലയേഴ്സിനെ തിരഞ്ഞെടുക്കുന്നുണ്ട്. പാർട്സുകളിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് അല്ലെ മരുന്നുകള്? റിവ്യൂ മെഡിക്കേഷൻസ്, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മെഡിസിൻ ഔട്ട് പേഷ്യന്റ് എന്താണ് ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക്, വാർഡുകളിലേക്കൊക്കെ മരുന്നുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണ് ഡ്രഗുകളുടെ ക്വാളിറ്റി ഇൻസ്പെക്ഷൻ ഓഫ് മെഡിസിൻ. ഓക്കെ, ക്വാളിറ്റിയെ കുറിച്ച് ഇൻസ്പെക്ഷൻ നടത്തുന്നുണ്ട്. പോസ്റ്റ് അല്ലെ? പിന്നെ സോഴ്സ് ഓഫ് സപ്ലൈ, അവർക്ക് ആ മെഡിസിൻ എവിടെ നിന്നാണ് ലഭിക്കുന്നത് അല്ലെ? പിന്നെ ഡ്രഗ്സിന് എന്തെങ്കിലും റിയാക്ഷൻസ് ഉണ്ടോ അല്ലെ? അങ്ങനെയുള്ള ഇൻഫോർമേഷൻസ് കീപ്പ് ചെയ്യുന്നുണ്ടോ? പിന്നെ ഒരു മാസത്തേക്ക് അല്ലെങ്കിൽ ഒരു വർഷത്തേക്ക് ഒരു ഫാർമസിയിലെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള മെഡിസിനുകളുടെ എന്ത് നടക്കുന്നുണ്ട്? എസ്റ്റിമേഷൻ എടുക്കുന്നുണ്ട് അല്ലെ? ഒരു വർഷത്തേക്ക് അല്ലെങ്കിൽ ഒരു മാസത്തേക്ക് അല്ലെ? ഏതൊക്കെ മെഡിസിനുകൾ ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടും അങ്ങനെയുള്ള ഒരു എസ്റ്റിമേഷൻ എടുക്കുന്നുണ്ട്. അപ്പൊ തന്നെ നിങ്ങൾ ഒരുവിധം പറഞ്ഞു കഴിഞ്ഞു അല്ലെ? ഓർമ്മയുണ്ട് അപ്പൊ എല്ലാവർക്കും? ഓർമ്മയുണ്ട്. നെക്സ്റ്റ് നമുക്ക് ഒരു ഹോസ്പിറ്റൽ ഫോർമുലറിയിൽ എത്ര ഡ്രഗ്സ് വരെ ഉൾപ്പെടുത്തുന്നുണ്ട്? ഒരു ഹോസ്പിറ്റലിലെ ഡ്രഗ്സ് ഫോർമുലറിയിൽ എത്ര മെഡിസിൻ വരെ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്? പർട്ടിക്കുലർ എമൗണ്ട് നമ്പർ പറഞ്ഞിട്ടുണ്ടല്ലോ, 250 to 300 അല്ലെ? 250 മുതൽ 300 വരെയുള്ള മെഡിസിനുകളുടെ ഇൻഫർമേഷൻസ് അല്ലെ? ഓരോ മെഡിസിനുകൾ എന്തിനൊക്കെ യൂസ് ചെയ്യുന്നു അല്ലെ? ആ മെഡിസിൻ കഴിച്ചത് കൊണ്ട് എന്തെങ്കിലും അഡ്വേഴ്സ് റിയാക്ഷൻ സംഭവിക്കാൻ സാധ്യതയുണ്ടോ അല്ലെ? അതിനുള്ള എല്ലാ ഇൻഫർമേഷൻസും സൂക്ഷിക്കുന്നുണ്ട് അല്ലെ? പിന്നെ എന്താണ് ഒന്നോ രണ്ടോ കുറച്ച് റെക്കോർഡ്സുകൾ പറഞ്ഞ ഹോസ്പിറ്റൽ ഫാർമസിയിൽ സൂക്ഷിക്കുന്ന കുറച്ച് റെക്കോർഡ്സുകൾ ഒരുപാട് എണ്ണം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. കുറച്ചെണ്ണം മിസ് ഒന്ന് നിങ്ങളുടെ പ്രീവിയസ് നോളജ് ഒന്ന് ഇതാക്കാൻ വേണ്ടിയിട്ടാണ്. സ്റ്റോക്ക് ലെഡ്ജർ എന്താണ്? സ്റ്റോക്ക് ലെഡ്ജർ മാത്രമേ ഉള്ളൂ. അഡ്വേഴ്സ് റിയാക്ഷൻ റെക്കോർഡ് അല്ലെ? അഡ്വേഴ്സ് റിയാക്ഷൻ റെക്കോർഡ്, എക്സ്പയറി ഡേറ്റ് രജിസ്റ്റർ, എക്സ്പയറി ഡേറ്റ് ഹോസ്പിറ്റൽ ഫോർമുലറി, ഇൻഡെക്സ് രജിസ്റ്റർ ആൻഡ് ബിൻ കാർഡ്സ്, ആന്റിബയോട്ടിക് പോളിസി. ഓക്കെ, ഓർമ്മയുണ്ട് അപ്പൊ എല്ലാവർക്കും? ഏതൊക്കെ തരത്തിലുള്ള മെഡിസിനുകളാണ് ഹോസ്പിറ്റലിൽ സ്റ്റോർ ചെയ്യുന്നത്? ഒരുപാട് ജനറൽ മെഡിസിനുകളുണ്ട്, നാർക്കോട്ടിക് ഡ്രഗ്സുകളുണ്ട്, കോൾഡ് സ്റ്റോറേജ് ഡ്രഗ്സുകളുണ്ട്, ഇൻഫ്ലേമബിൾ ഡ്രഗ്സുകളുണ്ട് അല്ലെ? ജനറൽ ഡ്രഗ്സുകൾ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഡ്രഗ്സുകൾ അല്ലെ? ആന്റിബയോട്ടിക്സുകള്, പെയിൻ കില്ലേഴ്സ് അല്ലെ? പിന്നെ ഗ്യാസിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന പെന്റാസിഡ് പോലെയുള്ള മെഡിസിനുകള് അല്ലെ? നോർമൽ മെഡിസിൻ
നാർക്കോട്ടിക് ഡ്രഗ്സുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ സെഡേഷന് വേണ്ടി ഉപയോഗിക്കുക, പെയിൻ കില്ലർ ആയിട്ട് അല്ലെ, പെയിൻ കില്ലർ ആയിട്ട് പെയിൻ റിലീഫിന് വേണ്ടി ഉപയോഗിക്കുന്ന മെഡിസിനുകളൊക്കെയാണ് മോർഫിന്, പെപ്റ്റഡിന്, ബാർബിട്രേറ്റ്സ് ഒക്കെ എക്സാമ്പിൾ ആണ് അല്ലെ. നെക്സ്റ്റ് ഇൻഫ്ലമബിൾ ഡ്രഗ്സ്. എന്താണ് ഇൻഫ്ലമബിൾ ഡ്രഗ്സ്? സ്പിരിറ്റ് എന്നൊക്കെ വെച്ചാല് ഈ മെഡിസിനുകളിൽ അടങ്ങിയിരിക്കുന്ന കെമിക്കൽസ് എന്താണ്? ചിലപ്പോൾ എന്തെങ്കിലും ഒരു സ്പാർക്കിങ് വന്നു കഴിഞ്ഞാൽ തീപിടുത്തത്തിനുള്ള സാധ്യതയുണ്ട്. അതിൽ അടങ്ങിയിരിക്കുന്ന ആ കെമിക്കൽസ് ആണ് കേട്ടോ. എന്താണ് ആ കെമിക്കൽസിന്റെ ആ പ്രസരണം കൊണ്ട് അല്ലെ, ആ കെമിക്കൽസ് അതിൽ ഉൾപ്പെട്ടിട്ടുള്ളത് കൊണ്ട് എന്തെങ്കിലും ചിലപ്പോൾ സ്പാർക്കിങ് വരാം, അല്ലെങ്കിൽ ഒരു തീപ്പ് വന്നു കഴിഞ്ഞാൽ അതെന്താണ്? തീപിടുത്തം ഉണ്ടാവാനായിട്ട് സാധ്യതയുള്ളത് കൊണ്ടാണ് അതിനെ ഇൻഫ്ലേമബിൾ ഡ്രഗ്സ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് എങ്ങനെയാണ് ഇത് സൂക്ഷിക്കേണ്ടത്? ഗ്യാസ് സൂക്ഷിക്കുന്നിടത്തോ അതല്ലെങ്കിൽ സ്പിരിറ്റുകൾ സൂക്ഷിക്കുന്നിടത്തൊന്നും ഈ ഇൻഫ്ലേമബിൾ ഡ്രഗ്സ് നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് പാടില്ല. ഇതൊക്കെ പഠിച്ചതാണ് അല്ലേ. കോൾഡ് സ്റ്റോറേജ് ഡ്രഗ്സ് എന്താണ്? ആന്റിബയോട്ടിക്സ്. നമ്മൾ തണുപ്പിച്ച് സൂക്ഷിക്കേണ്ടത് ഇൻസുലിന്, വാക്സിനുകൾ അല്ലെ, സെറം അങ്ങനെയുള്ള മരുന്നുകളൊക്കെ അല്ലെ. അപ്പൊ എന്താണ്? നമ്മൾ തണുപ്പിച്ച് അല്ലെ, കോൾഡ് സ്റ്റോറേജ് ആണ് അല്ലെ, നമ്മൾ തണുപ്പിച്ചാണ് അത് സൂക്ഷിക്കേണ്ടത്. പിന്നെ പ്രോബ്ലംസ് എന്തൊക്കെയാ പഠിച്ചേ നമ്മ? പ്രോബ്ലംസ് ഒരു ഫാർമസിയിലെ പ്രോബ്ലംസ്. ഫാർമസി സർവീസ്, എക്സ്പയറി ഡേറ്റ് അല്ലെ, എന്താണ്? മരുന്നുകള് നമ്മ കറക്റ്റ് എന്താണ് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് പ്രൊസീജിയർ പെട്ടെന്ന് തന്നെ കൊടുത്തില്ലെങ്കിൽ എന്ത് പറ്റും? അത് എക്സ്പയറി ആവാനുള്ള സാധ്യതയുണ്ട് അല്ലെ. അപ്പൊ എക്സ്പയറി ഡേറ്റ് ആയിട്ട് ഷോർട്ടേജ് കോസ്റ്റ് അല്ലേ. ഷോർട്ടേജ് വരുമ്പോൾ എന്തെങ്കിലും മെഡിസിനുകള് ഷോർട്ടേജ് വരുമ്പോൾ എന്താണ്? ചിലപ്പോൾ നമ്മൾ ഒരുപാട് പൈസ കൊടുത്തങ്ങാട്ട് വീണ്ടും അത് വാങ്ങേണ്ടി വരും. അപ്പൊ ഷോർട്ടേജ് കോസ്റ്റ്, ക്യാരിയിങ് കോസ്റ്റ്. എക്സ്പയറി മെഡിസിന് എന്താണ്? ഇൻസെക്ട്സോ റയാക്സോ അങ്ങനെയൊക്കെ എന്തെങ്കിലും കീടങ്ങളിൽ നിന്ന് എന്താണ് ഡിസ്ട്രക്ഷൻ സംഭവിക്കുന്നത് അല്ലെ, ഡിസ്ട്രക്ഷൻ സംഭവിക്കുന്നത്. പിന്നെന്താണ്? കളവ് നടക്കുക, പിൽഫറേജ് അല്ലെ. ഇപ്പൊ നമുക്കറിയാം നാർക്കോട്ടിക് ഡ്രഗ്സുകളൊക്കെ എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട്? പിൽഫറേജ്, മോഷണം നടത്താനുള്ള സാധ്യതയുണ്ട് അല്ലെ. കളവ് ഭയങ്കര റേറ്റ് ആണ്. പിന്നെ നമുക്കറിയാം നാർക്കോട്ടിക് ഡ്രഗ്സുകൾ ചിലര് മയക്കുമരുന്നായിട്ടൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ഹോസ്പിറ്റലിൽ നിന്ന് അത് മോഷണം പോകാനുള്ള സാധ്യത കൂടുതലാണ് അല്ലെ. അപ്പൊ എന്താണ്? അതൊരു പ്രോബ്ലം ആണ്. പിന്നെ ഔട്ട്ഡേറ്റഡ് ഡ്രഗ്സ്. ഔട്ട്ഡേറ്റഡ് ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഔട്ട്ഡേറ്റഡ് ഡ്രഗ്സ് ന്യൂ ഡ്രഗ്സ് ആണോ? ബാൻ ചെയ്ത വിപണിയിൽ നിർത്തലാക്കുന്ന മരുന്നുകളില്ലേ, ചിലപ്പോ അത് ആ മെഡിസിൻ കഴിച്ചത് കൊണ്ട് ഏതെങ്കിലും പേഷ്യൻസിന് എന്തെങ്കിലും ബുദ്ധിമുട്ട്, അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഔട്ട്ഡേറ്റഡ് ഡ്രഗ്സ്. അപ്ഡേറ്റഡ് അല്ല, ഔട്ട്ഡേറ്റഡ്. പ്രോബ്ലംസിൽ പറയുന്നതല്ലേ ഔട്ട്ഡേറ്റഡ് ഡ്രഗ്സ്. വിപണിയില് നിരോധിച്ച മരുന്നുകൾ, ഡ്രഗ് ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കിയ മരുന്നുകളെയാണ് ഔട്ട്ഡേറ്റഡ് ഡ്രഗ്സ് എന്ന് പറയുന്നത്. അതൊക്കെ എന്താണ്? ചിലപ്പോ ആ മരുന്നുകള് ഫാർമസിയിൽ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ടാവാം അല്ലെ, അവര് ഒരുപാട് സ്റ്റോക്ക് ചെയ്തിട്ടുണ്ടാവുമല്ലോ. അപ്പൊ അവർക്ക് അത് നഷ്ടം വരില്ലേ? അത്രയും പൈസ അവർക്ക് വേസ്റ്റ് ആയി പോവാണ് അല്ലെ, അവർക്ക് അത്രയും നഷ്ടം വരാണ് അല്ലെ. അപ്പൊ അതൊരു പ്രോബ്ലം ആണ് അല്ലെ, ഫാർമസി സർവീസിന്റെ ഒരു പ്രോബ്ലം ആണ്. ഓക്കെ അല്ലേ? ഇപ്പൊ നിങ്ങൾക്ക് മറന്നിട്ടൊന്നുമില്ല, എല്ലാവർക്കും ഓർമ്മയുണ്ട്. ഇനി നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. ഓക്കെ, എടുക്കുന്ന ചാപ്റ്റർ 7 ആണ്, ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ്. An administrator is normally not directly involved either in the prescription or distribution of a drug or a pharmaceutical formulation. എന്താണ്?
ഒരു ഹോസ്പിറ്റലിലെ അഡ്മിനിസ്ട്രേറ്റർ, നിങ്ങൾ എന്തിനു വേണ്ടിയാ പഠിക്കുന്നത്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ് പഠിക്കുന്നത്. എന്തിനു വേണ്ടിയാ പഠിക്കുന്നത്? അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് ജോലി കിട്ടാനായിട്ട്. ഇപ്പൊ നിങ്ങൾ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് ജോലിക്ക് കയറി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ഹോസ്പിറ്റലിലെ പ്രിസ്ക്രിപ്ഷൻ തയ്യാറാക്കാനോ അതല്ലെങ്കിൽ മരുന്നുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഫാർമസിയിൽ മരുന്നുകൾ ഉണ്ടാക്കുക അല്ലെ, ഫോർമുലേഷൻ ചെയ്യുന്നത് നിങ്ങൾ പ്രവർത്തിക്കേണ്ടി വരുമോ? മരുന്നുകൾ കുറിപ്പടികൾ തയ്യാറാക്കുക ഇല്ല അല്ലെ. അപ്പൊ എന്താണ് ഒരു അഡ്മിനിസ്ട്രേറ്റർ? എന്താണ് നോർമലി നോട്ട് ഡയറക്റ്റ്ലി അല്ലെ, ഡയറക്റ്റ് ആയിട്ട് എന്ത് നടത്തുന്നില്ല, ഒരു പ്രിസ്ക്രിപ്ഷൻ തയ്യാറാക്കുകയോ അതല്ലെങ്കിൽ എന്താണ് മരുന്നുകൾ വിതരണം ചെയ്യുകയോ അല്ലെങ്കിൽ ഫാർമസ്യൂട്ടിക്കൽ ഫോർമുലേഷനിൽ പ്രവർത്തിക്കുകയോ ചെയ്യുന്നില്ല. ക്ലിയർ അല്ലേ? നമ്മുടെ ഡ്യൂട്ടി എന്താണ്? ഒരു അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലയിൽ നിങ്ങൾ പഠിച്ചതല്ലേ, നിങ്ങളുടെ ഡ്യൂട്ടി എന്താണ്? അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലയിൽ ഒരു ഹോസ്പിറ്റലിൽ ഒരു സെന്റൻസിൽ പറയാം കേട്ടോ. എന്താണ് എന്തായിരിക്കും നിങ്ങളുടെ ഒരൊറ്റ സെന്റൻസ്? എന്ത് പറയും? കൺട്രോൾ ഓൾ ദ ആക്ടിവിറ്റീസ് അല്ലെ, ഓൾ ദ ഡിപ്പാർട്ട്മെന്റ് ആക്ടിവിറ്റീസ് അല്ലെ. എന്താണ് ഹോസ്പിറ്റലിലെ സുഗമമായ നടത്തിപ്പിന് അല്ലെ, നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനത്തിന് ഹോസ്പിറ്റലിലെ എല്ലാ ഡിപ്പാർട്ട്മെന്റുമായിട്ടും സഹകരിച്ച് പ്രവർത്തിക്കുക അല്ലെ, അതിന് വേണ്ട പ്രവർത്തനങ്ങൾ നടത്തുക. അതിന് നിങ്ങൾക്ക് എന്ത് വേണം? ഇപ്പൊ നിങ്ങൾ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആണ് കോഴ്സാണ് പഠിക്കുന്നത്. പക്ഷെ നിങ്ങൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ ജോലിയോ ഡ്യൂട്ടീസോ മാത്രമാണോ പഠിക്കുന്നത്? അല്ല അല്ലെ. നിങ്ങൾക്ക് എന്താണ് കൺട്രോൾ ആൻഡ് ഓർഗനൈസ് അല്ല, നിങ്ങൾ ഒരു ആ ഒരു സെക്ഷൻ മാത്രമാണ് പഠിക്കുന്നത് ഡിപ്ലോമയിലും. നോ അബൌട്ട് ഓൾ ദ ഡിപ്പാർട്ട്മെന്റ് അല്ലെ. നിങ്ങൾക്ക് എന്തറിയണം? എല്ലാ ഡിപ്പാർട്ട്മെന്റുകളുടെയും പ്രവർത്തനങ്ങളെ കുറിച്ച് അറിയണോ? ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലൊക്കെ അവിടുത്തെ പ്രവർത്തനങ്ങൾ കൺട്രോൾ ചെയ്യണം. ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലെ പ്രവർത്തനങ്ങളിലേക്ക് കൺട്രോൾ ചെയ്യണം. ഐസിയുലെ പ്രവർത്തനങ്ങൾ കൺട്രോൾ ചെയ്യണം അല്ലെ. വെന്റിലേറ്റർ ഇല്ല, ഫാർമസി ഇല്ല അല്ലെ, ഡയറ്ററി ഇല്ല, ഡയാലിസിസ് സെക്ഷൻ ഇല്ല. അപ്പൊ നിങ്ങൾക്ക് എന്തറിയണം? അവിടുത്തെ എല്ലാവരുടെയും പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയണ്ടേ? എന്തൊക്കെ ആക്ടിവിറ്റീസ് അവിടെ നടത്തുന്നുണ്ട് അല്ലെ, അവിടുത്തെ ഹെഡ് ആരാണ് അല്ലെ, അവിടുത്തെ വർക്കിംഗ് അവേഴ്സ് എങ്ങനെയാണ് അല്ലെ, എല്ലാം അറിയണ്ടേ? അപ്പൊ എന്ത് വേണം? ഓരോ ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ചും കറക്റ്റ് ആയിട്ടുള്ള അല്ലെ, വ്യക്തമായിട്ടുള്ള ഒരു ഐഡിയ, ഒരു ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ക്ലിയർ അല്ലേ? ഇത് പറയുന്നുണ്ട് കേട്ടോ. മിക്ക ചാപ്റ്റേഴ്സും തുടങ്ങുന്നത് ഇങ്ങനെ തന്നെയാണ് അല്ലെ. നിങ്ങൾക്ക് പി ജിയിൽ മിക്ക ചാപ്റ്റേഴ്സും തുടങ്ങുന്നത് ഇതിനല്ലേ, അഡ്മിനിസ്ട്രേറ്റർ വെച്ചിട്ടല്ലേ. അപ്പൊ എന്താ അഡ്മിനിസ്ട്രേറ്റർ എന്താണ് നേരിട്ട് ഹോസ്പിറ്റൽ ഫാർമസിയിലെ പ്രിസ്ക്രിപ്ഷൻ തയ്യാറാക്കുന്നതിനോ അല്ലെങ്കിൽ മരുന്നുകൾ വിതരണം ചെയ്യുന്നതിനോ ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്നതിനോ അല്ലെങ്കിൽ ഫാർമസ്യൂട്ടിക്കൽ ഫോർമുലേഷൻ അതായത് മരുന്നുകൾ തയ്യാറാക്കുന്നതിനോ പ്രവർത്തിക്കുന്നില്ല. However, in the interest of interaction with the medical professional, especially doctors, nurses, paramedical staff, and even the patient, a layman's knowledge is mandatory regarding drugs, its mandatory specification, and the general know-how. എന്നറിയണം. പക്ഷെ എന്താണ് ചില സമയങ്ങളിൽ ചില സന്ദർഭങ്ങളിൽ ഈ അഡ്മിനിസ്ട്രേറ്റർ എന്തുണ്ട് ഈ ഡോക്ടേഴ്സുമായിട്ടോ അല്ലെങ്കിൽ നഴ്സുമായിട്ടോ അല്ലെങ്കിൽ പാരാമെഡിക്കൽ സ്റ്റാഫ് അല്ലെങ്കിൽ പേഷ്യൻസുമായിട്ടുള്ള ഇന്ററാക്ഷൻസിൽ എന്തറിയണം? ഫാർമസ്യൂട്ടിക്കൽ പ്രവർത്തനങ്ങളെ കുറിച്ച് അല്ലെ ഒരു ധാരണ ഉണ്ടായിരിക്കേണ്ട അവർക്ക്. റിഗാർഡിംഗ് ഡ്രഗ്സുകളെ കുറിച്ച് അറിഞ്ഞിരിക്കണം അല്ലെ. മാൻഡേറ്ററി സ്പെസിഫിക്കേഷൻ, ഡ്രഗ്സുകളുടെ സ്പെസിഫിക്കേഷൻസിനെ കുറിച്ച് അല്ലെങ്കിൽ എന്താണ് ഡ്രഗ്സുകളെ കുറിച്ചുള്ള ഒരു ജനറൽ അറിവ്, ഒരു പൊതുവായിട്ടുള്ള അറിവ് ഉണ്ടായിരിക്കണം അല്ലെ. ചില സന്ദർഭങ്ങളിൽ എന്താണ് ചില ഇഷ്യൂസ് വരാലോ, ഫാർമസിയുമായി ബന്ധപ്പെട്ട ഇഷ്യൂസ് വരാലോ, എന്തെങ്കിലും മരുന്നുകൾ മാറിക്കൊടുക്കാം അല്ലെ. ഡോക്ടേഴ്സ് എന്താണ് അല്ലെങ്കിൽ ഫാർമസിസ്റ്റ് എന്തെങ്കിലും മരുന്നുകൾ മാറിക്കൊടുക്കാം അല്ലെങ്കിൽ കറക്റ്റ് രീതിയിലുള്ള പ്രവർത്തനങ്ങളല്ല എങ്കിൽ എന്ത് പറ്റും? അതില അഡ്മിനിസ്ട്രേറ്റർ ഇടപെടേണ്ടി വരുമോ? ഫാർമസിയിലെ പ്രവർത്തനങ്ങൾ
കറക്റ്റ് രീതിയിൽ അല്ലെങ്കിൽ കറക്റ്റ് ഫ്ലോയിൽ അല്ലെങ്കിൽ നമ്മുടെ അഡ്മിനിസ്ട്രേറ്റർ അതിൽ കൺട്രോൾ ചെയ്യാൻ വരണ്ടേ? അപ്പൊ എന്ത് വേണം? അപ്ഡേറ്റഡ് ഡ്രഗ്സ്, എക്സ്പയറി ഡേറ്റ്, മെഡിസിൻ പല കാരണം ഷോർട്ടേജ് വന്നു കഴിഞ്ഞാൽ മെഡിസിനുകൾ ഷോർട്ടേജ് വരാം അല്ലെ, അല്ലെങ്കിൽ വാങ്ങിച്ച മരുന്നുകളിൽ എന്തെങ്കിലും അഡ്വേഴ്സ് റിയാക്ഷൻ ഉണ്ടാക്കുക, പേഷ്യൻസിന് എന്തെങ്കിലും അഡ്വേഴ്സ് റിയാക്ഷൻ ഉണ്ടാക്കുക, അല്ലെങ്കിൽ റെക്കോർഡ്സുകളിൽ ഷോർട്ടേജ് മിസ്റ്റേക്ക് വരാം, അല്ലെങ്കിൽ റെക്കോർഡ്സുകളിൽ എന്തെങ്കിലും കാണാതെ ആവുക അല്ലെ. നമ്മൾ പറഞ്ഞു ഹോസ്പിറ്റലിൽ ഒരുപാട് റെക്കോർഡ്സുകൾ കീപ്പ് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ അതിൽ ഏതെങ്കിലും അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ അറിയാം അല്ലെ. അങ്ങനെ പല പ്രവർത്തനങ്ങൾക്കും വേണ്ടിയിട്ട് എന്തോരും അഡ്മിനിസ്ട്രേറ്റർ എന്തിനാ ഫാർമസി പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടേണ്ടി വരും. അപ്പൊ അഡ്മിനിസ്ട്രേറ്റർക്ക് എന്താണ് പൊതുവായിട്ട് മരുന്നുകളെ കുറിച്ചുള്ള ഒരു ഏകദേശ ധാരണ അല്ലെ, സ്പെസിഫിക്കേഷൻസ് അതിനെ കുറിച്ചൊക്കെയുള്ള ഒരു അറിവ് ഉണ്ടായിരിക്കണം. ക്ലിയർ ആണോ? കുഴപ്പമില്ലല്ലോ, ബാക്കി എല്ലാവർക്കും കുഴപ്പമില്ലല്ലോ മിസ് എടുക്കുന്നത്? 7th-ലും 9th-ലും പിള്ളേര് കുഴപ്പമില്ല? എന്തെങ്കിലും അതെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ. Okay. Next, during the routine operation and maintenance of a hospital, the administrator may come across many discussions regarding drugs and pharmaceuticals. എന്താണ് ഫാർമസിയിലെ റുട്ടീൻ ഓപ്പറേഷൻസ് അല്ലെ, റുട്ടീൻ സാധാരണയുള്ള പ്രവർത്തനങ്ങളില് അല്ലെങ്കിൽ എന്തെങ്കിലും മെയിന്റനൻസ് ഒക്കെ വരുമ്പോ എന്താണ് നമ്മുടെ അഡ്മിനിസ്ട്രേറ്റർ എന്താണ് ഈ ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ മായി ബന്ധപ്പെട്ട് ഡിസ്കഷൻസ് ചർച്ചകൾ നടത്തേണ്ടി വരും. ഇപ്പൊ എന്താണ് ഇപ്പൊ ഹോസ്പിറ്റൽ ഫാർമസിയിലെ എന്തെങ്കിലും മെയിന്റനൻസ് വർക്കുകൾ നടത്തുകയാണെങ്കിലും അതിൽ ഒരുപാട് ഡ്രഗ്സുകൾ സ്റ്റോർ ചെയ്യുന്നില്ലേ? ഫാർമസിയിൽ ഒരുപാട് ഡ്രഗ്സുകൾ സ്റ്റോർ ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ ചിലപ്പോ അതിന്റെ സ്റ്റോറേജുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ചകൾ നടത്തേണ്ടി വരില്ലേ? ആ മെയിൻ്റെനൻസ് നടക്കുമ്പോ അല്ലെ എന്താണ് ആ മെഡിസിനുകൾ എവിടെ സ്റ്റോർ ചെയ്യും അല്ലെ, അതല്ലെങ്കിൽ ആ മെഡിസിനുകൾ ഇനി എവിടെ വെച്ച് സപ്ലൈ ചെയ്യും ഇല്ലേ? സപ്ലൈ ചെയ്യും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള പ്രവർത്തനം അല്ലെങ്കിൽ റുട്ടീൻ പ്രവർത്തനങ്ങളിലെ ഫാർമസിയിലെ റുട്ടീൻ പ്രവർത്തനങ്ങളെ കുറിച്ച് എന്താണ് അഡ്മിനിസ്ട്രേറ്റർ എന്താണ് അതിന് ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടത്തേണ്ടതായിട്ട് വരുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യുക? An outline and introduction of the administrative aspects in total and technical parameters in general are required to be occurred for the smooth running of the hospital. ഹോസ്പിറ്റലിലെ സ്മൂത്ത് ആയിട്ടുള്ള അല്ലെ സുഗമമായ നടത്തിപ്പിന് വേണ്ടി ഈ എന്താണ് ടോട്ടൽ ഹോസ്പിറ്റലിലെ മൊത്തത്തിലുള്ള അല്ലെങ്കിൽ സാങ്കേതികമായ അല്ലെ ടെക്നിക്കൽ പാരാമീറ്റേഴ്സിനെ കുറിച്ചുള്ള അഡ്മിനിസ്ട്രേറ്റീവ് വശങ്ങളെ കുറിച്ച് ഈ അഡ്മിനിസ്ട്രേറ്റർക്ക് ഒരു ഏകദേശ ഒരു രൂപരേഖയും ഒരു ഇൻട്രൊഡക്ഷനിലെ ഒരു ആമുഖം, അതായത് ഹോസ്പിറ്റലിലെ മൊത്തത്തിലുള്ള സുഗമമായ നടത്തിപ്പിന് നമ്മുടെ അഡ്മിനിസ്ട്രേറ്റർക്ക് എന്താണ് ഹോസ്പിറ്റലിനെ കുറിച്ചുള്ള എല്ലാ അറിവും ഉണ്ടായിരിക്കണ്ടേ, എല്ലാ ഇൻഫോർമേഷൻസും. ടോട്ടൽ ആൻഡ് ടെക്നിക്കൽ പാരാമീറ്റേഴ്സ് അല്ലെ, എന്താണ് സാങ്കേതികപരമായിക്കോട്ടെ അല്ലെ, ഹോസ്പിറ്റൽ ഇൻഫോർമേഷൻ സിസ്റ്റം ബന്ധപ്പെട്ടായിക്കോട്ടെ, അതല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റുകളെ ബേസ് ചെയ്തായിക്കോട്ടെ അല്ലെ, എല്ലാ പ്രവർത്തനങ്ങളെ കുറിച്ചും അഡ്മിനിസ്ട്രേറ്റർക്ക് ഒരു രൂപരേഖ എന്ന് പറഞ്ഞാൽ എന്താ? മൊത്തത്തിലുള്ള ഒരു അറിവ് അല്ലെ, ഓവറോൾ ഐഡിയ അല്ലെ, ഒരു മൊത്തത്തിലുള്ള അറിവ് അഡ്മിനിസ്ട്രേറ്റർക്ക് ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമല്ലേ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റുകളെ കുറിച്ച് അല്ലെങ്കിൽ ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങളെ കുറിച്ച് ഒരു നല്ല അറിവുണ്ടെങ്കിൽ മാത്രമല്ലേ ആ അഡ്മിനിസ്ട്രേറ്റർക്ക് അവിടുത്തെ പ്രവർത്തനങ്ങൾ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അല്ലെ. അപ്പൊ എന്ത് ചെയ്യണം? ഹോസ്പിറ്റലിനെ കുറിച്ചുള്ള ഒരു മൊത്തത്തിലുള്ള അറിവ് അഡ്മിനിസ്ട്രേറ്റർ ടെക്നിക്കൽ ആയിക്കോട്ടെ അതല്ലെങ്കിൽ മറ്റു രീതിയിലായിക്കോട്ടെ എല്ലാ വശങ്ങളെയും അഡ്മിനിസ്ട്രേറ്റീവ് വശങ്ങളെ കുറിച്ച് അഡ്മിനിസ്ട്രേറ്റർക്ക് നല്ല ഒരു കാഴ്ചപ്പാട്, നല്ല ഒരു വ്യക്തമായ ഒരു ഇൻഫോർമേഷൻസ് അറിവ് ഉണ്ടായിരിക്കണം. ക്ലിയർ ആയോ? നെക്സ്റ്റ്, so administrators are required to be acquired for the smooth running
So administrators are bound to have general idea of drugs and pharmaceuticals. അതുകൊണ്ട് എന്ത് ചെയ്യുക, അഡ്മിനിസ്ട്രേറ്റർക്ക് ഡ്രഗ്സുകളെ കുറിച്ചും ഫാർമസ്യൂട്ടിക്കൽസ് പ്രവർത്തനങ്ങളെ കുറിച്ചും ഒരു ജനറൽ ഐഡിയ അല്ലെ, ഒരു പൊതുവായിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. അപ്പൊ നിങ്ങൾ ആദ്യം തന്നെ പഠിച്ചല്ലോ, ഫാർമസി പഠിച്ചു. ഫാർമസി പഠിച്ചു കഴിഞ്ഞപ്പോ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടല്ലോ, ഫാർമസിയിലെ പ്രവർത്തനങ്ങൾ എന്താണ് അല്ലെ, അവരുടെ ഫങ്ഷൻസ് എന്താണ് അല്ലെ, അവിടെ ഏതൊക്കെ തരത്തിലുള്ള എക്യുപ്മെന്റ്സുകൾ കീപ്പ് ചെയ്യുന്നുണ്ട് അല്ലെ, എക്യുപ്മെന്റുകൾ ഒരു എന്താണ് ഫാർമസിയിലെ ഇൻഫ്രാസ്ട്രക്ചർ എങ്ങനെയാണ് ഐഡിയ കിട്ടിയിട്ടില്ലേ, ഇൻഫ്രാസ്ട്രക്ചർ എങ്ങനെയാണ് അല്ലെ, എന്താണ് ബെഡ് സ്പേസിന്റെ അടിസ്ഥാനത്തിൽ അല്ലെ, ബെഡിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഹോസ്പിറ്റൽ എത്ര ഫാർമസിസ്റ്റുകൾ വേണം പഠിച്ചിട്ടില്ലേ. പിന്നെ എന്തുണ്ട്, ഏതൊക്കെ റെക്കോർഡ്സുകൾ സൂക്ഷിക്കുന്നുണ്ട് അല്ലെ, ഫാർമസിയിൽ ഏതൊക്കെ റെക്കോർഡ്സുകൾ സൂക്ഷിക്കുന്നുണ്ട്, ഫാർമസി സർവീസിന്റെ പ്രോബ്ലംസ് എന്താണ്, നിങ്ങൾക്കൊരു ധാരണയില്ലേ, ഇപ്പൊ നിങ്ങൾക്ക് ഒരു ജോലി കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്കറിയാലോ ഒരു ഫാർമസിയിലെ പ്രവർത്തനങ്ങൾ എന്താണ്. അപ്പൊ അതിൽ എന്തെങ്കിലും എറേഴ്സ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അത് ക്യാച്ച് ചെയ്യാൻ സാധിക്കില്ലേ. നിങ്ങൾ ഒരു ജോലിക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാല് ഫാർമസി ആ ഹോസ്പിറ്റലിൽ ഫാർമസിയിൽ എന്തെങ്കിലും പോരായ്മകൾ കണ്ടു കഴിഞ്ഞാല് നിങ്ങൾക്ക് അത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റില്ലേ, പറ്റുമോ? അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് അപ്പൊ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർക്ക് എന്താണ്, ഹോസ്പിറ്റലിലെ മൊത്തത്തിലുള്ള സാങ്കേതികമായിക്കോട്ടെ അല്ലാത്ത രീതിയിലായിക്കോട്ടെ മൊത്തത്തിലുള്ള പ്രവർത്തനങ്ങളെ കുറിച്ച് ഒരു ഏകദേശ ധാരണ ഉണ്ടായിരിക്കണം. So administrators are bound to have general idea of drugs and pharmaceuticals. അതുകൊണ്ട് തന്നെ അഡ്മിനിസ്ട്രേറ്റർക്ക് എന്താണ്, ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ് എന്ന പൊതുവായ ആശയം ഉണ്ടായിരിക്കാൻ ബാധ്യസ്ഥരാണ് അല്ലെ. ക്ലിയർ ആയില്ലേ? ഓക്കെ അല്ലേ എല്ലാവരും? നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്. A drug or pharmaceuticals is a substances used to prevent or cure a disease or ailment or alleviated its symptoms. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഡ്രഗ്സുകൾ ഉപയോഗിക്കുന്നത്, മരുന്നുകൾ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് മരുന്നുകൾ കഴിക്കുന്നത്, നമ്മൾ മെഡിസിൻ കഴിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ? പ്രിവെന്റ് ചെയ്യാ, ഡിസീസിനെ പ്രിവെന്റ് ചെയ്യാ. ഇനി എന്താണ്, രോഗം മാറാൻ അല്ലെ, ക്യൂർ ചെയ്യാനായിട്ട്, രോഗം മാറാനായിട്ട്, റെഡ്യൂസ് പെയിൻ റെഡ്യൂസ് ചെയ്യാനായിട്ട്, സിംറ്റംസ് കുറയ്ക്കാനായിട്ട് അല്ലെ. അപ്പൊ നോക്കിയേ, എ ഡ്രഗ് ഓർ ഫാർമസ്യൂട്ടിക്കൽ സബ്സ്റ്റൻസ്, ഫാർമസ്യൂട്ടിക്കൽ ഈസ് എ സബ്സ്റ്റൻസ് യൂസ്ഡ് ടു പ്രിവെന്റ് ഓർ ക്യൂർ ഡിസീസ് അല്ലെ. എന്താണ്, രോഗം തടയുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ രോഗം മാറുന്നതിന് വേണ്ടിയിട്ടോ മെഡിസിനുകൾ യൂസ് ചെയ്യുന്നു. or ailment or to alleviate symptoms അല്ലെ. എന്താണ്, രോഗലക്ഷണങ്ങള് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട്, രോഗങ്ങള് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. രോഗലക്ഷണങ്ങൾ കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ എന്തായാലും ചില അസുഖങ്ങൾ വരുമ്പോ നമുക്ക് പനി അല്ലേ ആണോ, സിംറ്റംസ് ആയിട്ട് കാണിക്കുന്നത് എന്താണ്, ഇൻഫെക്ഷൻസ് വരാം. എന്തായിരിക്കും, നമുക്ക് ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻസ് പഠിച്ചില്ലേ, ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻസ് അതിന് നമ്മൾ പഠിച്ചു അല്ലെ. ടെമ്പറേച്ചർ, പനി ഉണ്ടാവും, വോമിറ്റിംഗ് ഉണ്ടാവും, നോസിയ ഉണ്ടാവും അല്ലെ, കഫ് ഉണ്ടാവും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള പഠിച്ചപ്പോ ഹെഡേക്ക് ഉണ്ടാവും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള രോഗലക്ഷണങ്ങൾ എന്താണ്, സിംറ്റംസ് കുറയ്ക്കുക, അത് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ മരുന്ന് ഉപയോഗിക്കും അല്ലെ. രോഗലക്ഷണങ്ങൾ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടും നമ്മൾ മരുന്നുകൾ, മെഡിസിനുകൾ ഉപയോഗിക്കുന്നു. നെക്സ്റ്റ്, in the US, some drugs are available over the counter, while others can be purchased only with a doctor's prescription. എന്താണ്, നമ്മുടെ യുണൈറ്റഡ് സ്റ്റേറ്റില് എന്താണ്, മരുന്നുകള്, ചില മരുന്നുകള് അവര് ഓവർ ദ കൗണ്ടറിൽ തന്നെ, ഇപ്പൊ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ കൗണ്ടറിൽ തന്നെ മരുന്നുകൾ വിതരണം ചെയ്യുന്നു. ചില മെഡിസിനുകൾ മാത്രമാണ് ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനോട് കൂടി അവർ വിതരണം ചെയ്യുന്നത്. നമുക്ക് ഹോസ്പിറ്റൽ ഫാർമസിയിൽ ചെന്ന് കഴിഞ്ഞാല് പ്രിസ്ക്രിപ്ഷൻ ഇല്ലാണ്ട് മരുന്നുകൾ തരാറുണ്ടോ? ഹോസ്പിറ്റൽ ഫാർമസിയിലും നമുക്ക് പുറത്തുള്ള ഫാർമസിയിൽ നിന്ന്, മെഡിക്കൽ ഷോപ്പിൽ നിന്നൊക്കെ കിട്ടും, പുറത്ത് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് കിട്ടും. ഇപ്പൊ പനിയുടെ പാരസെറ്റാമോൾ, ചില മെഡിസിൻ മാത്രം നമുക്ക് പ്രിസ്ക്രിപ്ഷൻ കൊടുക്കേണ്ടി വരുള്ളൂ.
പക്ഷെ എന്താണ് ഹോസ്പിറ്റലിലെ ഫാർമസിയിൽ എന്താണ് പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ മരുന്നുകൾ തരാറില്ല അല്ലെ. പക്ഷെ US-ലെ യുണൈറ്റഡ് സ്റ്റേറ്റ്സില് എന്താണ് അവരെന്താണ് പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ചില മരുന്നുകൾ അവർ കൗണ്ടറിൽ തന്നെ വിതരണം ചെയ്യുന്നു. ബാക്കി ചില മരുന്നുകൾക്ക് പ്രിസ്ക്രിപ്ഷൻ അവൈലബിൾ ആയിട്ട് ആവശ്യമായി വരുന്നു. പർച്ചേസ് ചെയ്യാനായിട്ട് ഡോക്ടേഴ്സിന്റെ പ്രിസ്ക്രിപ്ഷൻ ആവശ്യമായിട്ട് വരുന്നു. ഡ്രഗ്സ് ക്യാൻ ബി ടേക്കൺ ഓറലി വിയ എ സ്കിൻ പാച്ച് ബൈ ഇൻജെക്ഷൻ ഓർ വിയ ആൻ ഇൻഹേലർ ടു നെയിം ദ മോസ്റ്റ് കോമൺ മെത്തേഡ്സ്. നമ്മ മരുന്നുകൾ എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കുന്നത്? എങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നുണ്ട് മരുന്നുകൾ? കഴിക്കും. ഓറലി കഴിക്കുന്നുണ്ട്. പിന്നെ എങ്ങനെ കഴിക്കുന്നുണ്ട്? ഓറലി മാത്രമേ ഉള്ളൂ? ഇഞ്ചക്ഷൻ എടുക്കാറുണ്ട് അല്ലെ. ഇഞ്ചക്ഷൻസ് എടുക്കാറുണ്ട്. പിന്നെന്താണ്? സിറപ്പ് ഓറലി നമ്മൾ കുടിക്കുന്നത്. ഓറലി അല്ലെ, വായിക്കൂടിയല്ലേ കുടിക്കുന്നത്? ഓറലി തന്നെ. ഇൻഹേലർ ആയിട്ട് ഉപയോഗിക്കാറുണ്ട് അല്ലെ. ഇപ്പൊ ശ്വാസം മുട്ടൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇൻഹലേഷൻ ചെയ്യും അല്ലെ. ശ്വാസ സംബന്ധമായി എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവര് ഇൻഹലേഷൻ ചെയ്യും. സ്കിൻ പാച്ച്, ഓയിൽമെന്റ്, പുരട്ട് അല്ലെ, ഓയിൽമെന്റുകളൊക്കെ സ്കിൻ പാച്ച് ചെയ്യാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ സ്കിന്നില് പുരട്ടി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ ഈ ബാൻഡേജ് നമ്മുടെ ഈ പൊട്ടുമൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഓയിൽമെന്റുകളായിട്ട്, അപ്പൊ ആ ബാൻഡേജ് പോലെ മെഡിസിനുകൾ വരും. ആ ബാൻഡേജ് പോലെ അതിൻ്റെ ഉള്ളില് മെഡിസിനുകൾ, മരുന്നുകളായിരിക്കും. അത് നമ്മുടെ സ്കിന്നിലും ഒട്ടിച്ചു കഴിഞ്ഞാൽ ഓരോ പർട്ടിക്കുലർ ഇന്റർവെൽ ഇത്ര ടൈമിനുള്ളിൽ എന്ത് ചെയ്യും? നമ്മുടെ ബോഡി അത് ആ സ്കിൻ പാച്ചിൽ നിന്ന് അബ്സോർബ് ചെയ്ത് നമ്മുടെ ശരീരത്തിലേക്ക് വലിച്ചെടുക്കും. അങ്ങനെ മെഡിസിൻ ഉപയോഗിക്കുന്നുണ്ട്, സ്കിന്നിൽ ഉപയോഗിക്കാം. ഇപ്പൊ നമ്മുടെ നിക്കോട്ടിനൊക്കെ ഉപയോഗിക്കുന്നത് ഈ പുകവലിക്കുന്ന ആളുകള് അപ്പൊ അത് റെഡ്യൂസ് ചെയ്യാനായിട്ട്, അവർ ആ പുകവലി റെഡ്യൂസ് ചെയ്യാനായിട്ട് നിക്കോട്ടിൻ ഡ്രഗ്സുകൾ, അതായത് ഈ സ്കിൻ പാച്ച് പോലെയാണ്, അതിൽ ഈ നിക്കോട്ടിന്റെ അംശം അടങ്ങിയിട്ടുണ്ടാവും. അപ്പൊ അവരെന്ത് ചെയ്യും? ആ സ്കിന്നില് പാച്ച് ചെയ്യുമ്പോ ഈ ബോഡി അത് ഒരു ഇത്തിരി അബ്സോർബ് ചെയ്ത് അവരുടെ ശരീരത്തിലേക്ക് എടുക്കും. അപ്പൊ ക്രമേണ അവരുടെ എന്താണ് പുകവലി മാറ്റാനായിട്ട് സാധിക്കുന്നു. പിന്നെ പെയിന് ഉപയോഗിക്കില്ലേ? നമ്മുടെ പെയിൻ കില്ലർ ആയിട്ട് ഉപയോഗിക്കില്ലേ? മരുന്നുകൾ കഴിക്കില്ലേ? അത് തന്നെ നമുക്ക് സ്കിൻ പാച്ച് ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ട്. ക്ലിയർ ആയോ? ഇപ്പൊ നമ്മൾ ബാൻഡേജ് പതിക്കുന്ന പോലെ നമ്മുടെ സ്കിന്നില്, നമ്മുടെ അബ്ഡമിന്റെ മുകളില്, കയ്യുമ്പഴ്, നമ്മുടെ ഇപ്പൊ അപ്പർ ആമിലൊക്കെ നമ്മൾ ഈ ബാൻഡേജ് ഒട്ടിച്ചു കഴിഞ്ഞാൽ അതിൽ എന്തുണ്ടാവും? മെഡിസിന്റെ കണ്ടന്റ് ഉണ്ടാവും. അപ്പൊ നമ്മുടെ ബോഡി എന്ത് ചെയ്യും? ഈ മെഡിസിന് അബ്സോർബ് ചെയ്ത് ശരീരത്തിലേക്ക് എടുക്കും. അപ്പൊ അതെന്ത് ചെയ്യും? ആ മെഡിസിൻ നമ്മുടെ ശരീരത്തിലേക്ക് തന്നെ കിട്ടുന്നത്. നമ്മൾ ഓറലി കഴിക്കുന്നതിന് പകരം സ്കിന്നിൽ കൂടെ അബ്സോർബ് ചെയ്ത് ശരീരത്തിലേക്ക് ലഭിക്കും അല്ലെ. അപ്പൊ അങ്ങനെ എന്താണ്? സ്കിൻ പാച്ച് വഴിയും മെഡിസിനുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ക്ലിയർ ആയോ? 4 രീതിയിലാണ് നമ്മൾ മെഡിസിൻ യൂസ് ചെയ്യുന്നത്. ഓറലി നമ്മൾ വായിൽ കൂടി കഴിക്കുന്നുണ്ട്. പിന്നെ സ്കിൻ പാച്ച് വഴി നമ്മുടെ സ്കിന്നില് പാച്ച് ചെയ്തിട്ട് നമ്മുടെ ബോഡി ആ മെഡിസിന് അബ്സോർബ് ചെയ്ത് ആഗിരണം ചെയ്തെടുക്കുന്നു. ഇഞ്ചക്ഷൻ ആയിട്ട് നമ്മുടെ വെയിനിൽ ഇഞ്ചക്ട് ചെയ്ത് മരുന്നുകൾ, എന്താണ് ഇൻസുലിൻ അല്ലെ, പെയിൻ കില്ലേഴ്സ്, അങ്ങനെയുള്ള മരുന്നുകൾ അത് നമ്മൾ എന്താണ് ഇഞ്ചക്ഷൻ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. കൂടാതെ എന്താണ് വിയ ഇൻഹെയിലർ അല്ലെ, ശ്വാസകോശ സംബന്ധമായ എന്തെങ്കിലും അസുഖങ്ങളുള്ളവര് ഇൻഹെയിലർ ആയിട്ട് അല്ലെ ടാബ്ലറ്റ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ മറ്റേ ഇൻഹെയിലർ ഉപയോഗിക്കുക, അങ്ങനെയുള്ള രീതിയിലും മെഡിസിനുകൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ എല്ലാവരും? ഓക്കെ. Next, the pharmaceutical industry, which is concerned with the development and marketing of drugs, is a key component of healthcare. ഒരു ഹെൽത്ത് കെയറിനെ സംബന്ധിച്ച് അവിടുത്തെ കീ കമ്പോണൻസ്, പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് എന്താണ്? മരുന്നുകളുടെ വികസനവും അല്ലെ, വിത്ത് ദ ഡെവലപ്മെന്റ് ഓഫ് ആൻഡ് മാർക്കറ്റിംഗ് ഓഫ് ഡ്രഗ്സ്. എന്താണ്? മരുന്നുകളുടെ വികസനവും മാർക്കറ്റിംഗ് ഓഫ് ഡ്രഗ്സുകൾ അല്ലേ, എന്താണ്? മരുന്നുകളുടെ വിപണനവുമാണ്. ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ മരുന്നുകൾ പണ്ട് ഒരു 4 വർഷം മുമ്പ് അല്ലെങ്കിൽ 5 വർഷം മുമ്പ് കണ്ട മെഡിസിനുകളാണോ ഇന്നുള്ളത്?
ആണോ? അല്ല അല്ലെ, ഒരുപാട് റിസർച്ചുകളൊക്കെ ചെയ്ത് കാണിട്ട് എന്താണ് പുതിയ പുതിയ മെഡിസിനുകൾ അല്ലെ, കൂടുതൽ ഇഫക്റ്റീവ് ആയിട്ടുള്ള അല്ലെ, ഓരോ എന്താണ് മരുന്നുകളും കൂടുതൽ ഇഫക്റ്റീവ് ആയിട്ടുള്ള മരുന്നുകൾ കൊണ്ടുവന്നിട്ടുണ്ടോ, പെട്ടെന്ന് ഭേദമാക്കുന്ന അല്ലെ. ക്യാൻസറിന് വരെ ഇപ്പം ഇത് കണ്ടുപിടിച്ചിട്ടുണ്ടോ, മെഡിസിൻ കണ്ടുപിടിച്ചിട്ടുണ്ടോ ഇപ്പൊ അടുത്ത കാലത്ത് അല്ലേ അല്ലേ? അപ്പൊ എന്താ അഡ്വാൻസ് ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പൊ എന്താണ് മരുന്നുകളുടെ മരുന്നുകളുടെ വികസനവും വിപണനത്തിലും ശ്രദ്ധയൂറുന്ന ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രീസ് അല്ലെ, ഫാർമസ്യൂട്ടിക്കൽ വ്യവസായമാണ് ഒരു ഹെൽത്ത് സെക്ടറിനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട കമ്പോണന്റ് ഘടകം എന്ന് പറയുന്നത്. ക്ലിയറായോ? Which is the which is the most profitable industry in the US economy at an estimated $24.4 billion in revenue in 2018. എന്താണ് US സമ്പദ് വ്യവസ്ഥയിലെ US എക്കണോമിക്കിലെ ഏറ്റവും ലാഭകരമായിട്ടുള്ള ഒരു വ്യവസായമാണ് എന്താ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി. ഇവരെന്താ ചെയ്യുന്നുണ്ട്, ഇവര് 2018 ഈ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിന്ന് എന്താണ് 24.4 ബില്യൺ ആണ് ഇവര് വരുമാനം ഉണ്ടാക്കിയതെന്ന്. ക്ലിയർ ആയോ? ഏറ്റവും പ്രോഫിറ്റബിൾ ആയിട്ടുള്ള, ഏറ്റവും കൂടുതൽ ലാഭം തരുന്ന ഒരു ഇൻഡസ്ട്രി, ഒരു വ്യവസായമാണ് എന്ത്, ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രീസ് അല്ലെ. കേട്ടിട്ടുണ്ടോ അത്? അതിനെല്ലാം കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ലാഭകരം ഉണ്ടാക്കുന്ന, ശരിക്കും പറഞ്ഞാൽ ആ മെഡിസിൻ നമ്മ വാങ്ങിക്കുന്ന പൈസയിലും ഒരു പകുതി പൈസക്കായിരിക്കും ആ ഫാർമസിയിലേക്ക് ലഭിക്കുന്നത്, അവര് വാങ്ങുന്നത്, പർച്ചേസ് ചെയ്യുന്നത്. എന്നിട്ട് എന്ത് ചെയ്യും, നമുക്ക് ഇരട്ടി ലാഭത്തിനാണ് അവര് നമുക്ക് തരുന്നത് അല്ലെ. അപ്പൊ അതൊരു നല്ല പ്രോഫിറ്റബിൾ ഇൻഡസ്ട്രി അല്ലേ ഉണ്ടാവും. ഫാർമസി നടത്തുന്ന ആരെങ്കിലും പരിചയമുണ്ടോ നിങ്ങൾക്ക്? അവരോട് ചോദിച്ചാൽ അറിയാം. പക്ഷെ ഫാർമസി നടത്തണമെങ്കിൽ എന്താണ്, നമുക്ക് ഒരു ഫാർമസി തുടങ്ങണമെങ്കിൽ നമുക്ക് അതിന് ലൈസൻസ് വേണം. ഫാർമസിസ്റ്റ് ലൈസൻസ് വേണം. അങ്ങനെയുള്ള ഒരാൾക്ക് മാത്രമേ എന്താണ് ഫാർമസി സ്റ്റാർട്ട് ചെയ്യാനായി സാധിക്കുകയുള്ളൂ. ക്ലിയർ ആയില്ലേ? മരുന്നുകളുടെ വികസനത്തിലും എന്താണ് വ്യവസായത്തിലും അല്ലേ ശ്രദ്ധയൂറുന്ന ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി എന്താണ് ഹെൽത്ത് കെയർസിലെ ഒരു പ്രധാനപ്പെട്ട കമ്പോണൻസ് ആണ്. US സമ്പദ് വ്യവസ്ഥയിലെ എന്താണ് ഏറ്റവും കൂടുതൽ ലാഭകരമായിട്ടുള്ള ഒരു പ്രോഫിറ്റബിൾ ഇൻഡസ്ട്രിയാണ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി. ഇവിടെ എന്താണ് 2018 US എക്കണോമിക് വ്യവസ്ഥയില് $24.4 ബില്യൺസ് വരുമാനം അവർക്ക് ഈ ഇൻഡസ്ട്രിയിൽ നിന്ന് മാത്രം ഏൺ ചെയ്യാനായി, സമ്പാദിക്കാനായി സാധിച്ചിട്ടുണ്ട്. ക്ലിയർ ആയോ? നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് മാനുഫാക്ചറർ ആൻഡ് സെയിൽ or distribution of individual drugs and pharmaceutical formulations need to approvals. ഒരു ഇൻഡിവിജ്വൽ ഡ്രഗ്സുകൾ അല്ലെങ്കിൽ ഫാർമസ്യൂട്ടിക്കൽ ഫോർമുലേഷൻസിന് അത് നിർമ്മിക്കാനും അത് സെയിൽ ചെയ്യാനും വിൽക്കാനും അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വിതരണം ചെയ്യാനും 2 അപ്രൂവൽ ആണ് അവർക്ക് ആവശ്യമായിട്ട് വന്നത്. ഇപ്പൊ ഒരു ഫാർമസ്യൂട്ടിക്കൽ എന്താണ് ഒരു ഫാർമസിയിൽ ഒരു ഡ്രഗ്സുകൾ ഉണ്ടാക്കുന്ന കമ്പനി തുടങ്ങണം, അതല്ലെങ്കിൽ എന്താണ് ഡ്രഗ്സുകൾ വിതരണം ചെയ്യണം അല്ലേ, അവർക്ക് സപ്ലൈ ചെയ്യണം, ഡിസ്ട്രിബ്യൂഷൻ ചെയ്യണമെങ്കിൽ ആ 2 കാര്യങ്ങളാണ് അവർക്ക് ആവശ്യമായി വരുന്നത്. ഫസ്റ്റ് എന്താണ് ഡ്രഗ് ലൈസൻസ് വേണം അവർക്ക്. ഒരു ഫാർമസി തുടങ്ങണം, അതല്ലെങ്കിൽ എന്താണ് ഡ്രഗ്സുകൾ തയ്യാറാക്കുന്ന ഒരു ഇൻഡസ്ട്രി, ഒരു വ്യവസായം തുടങ്ങണം. അപ്പൊ അവർക്ക് എന്തൊക്കെ കാര്യങ്ങൾ ആവശ്യമാണ്? 2 കാര്യങ്ങളാണ്, 2 അപ്രൂവൽസ് ആണ് അവർക്ക് വേണ്ടത്. ഒന്ന് ഡ്രഗ് ലൈസൻസ്, രണ്ടാമത് വരുന്നത് ഗുഡ് മാനുഫാക്ചറിംഗ് പ്രാക്ടീസ്. ഗുഡ് മാനുഫാക്ചറിംഗ് പ്രാക്ടീസ്. ക്ലിയർ ആയോ? ഇൻഡിവിജ്വൽ ഡ്രഗ്സുകൾ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള അല്ലെ വ്യക്തിഗതമായിട്ട്
മരുന്നുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം, വിതരണം ചെയ്യണം. അതല്ലെങ്കിൽ എന്താണ് ഫാർമസ്യൂട്ടിക്കൽ ഫോർമുലേഷൻസ് അല്ലെ? അതെന്താണ് മരുന്നുകൾ തയ്യാറാക്കുക അല്ലെ? ആ മരുന്നുകൾ തയ്യാറാക്കണമെങ്കിൽ എന്നിട്ട് എന്താണ് തയ്യാറാക്കിയാൽ മാത്രം മതിയോ? മാനുഫാക്ചർ ചെയ്താൽ മാത്രം മതിയോ? നിർമ്മിച്ചാൽ മാത്രം മതിയോ? അവര് സെയിൽ ചെയ്യണം അല്ലെ? സെയിൽ ചെയ്യണ്ടേ? സെയിൽ ചെയ്യണം. അപ്പൊ ആ സെയിൽ ചെയ്യണമെങ്കിലും അവർക്ക് 2 അപ്രൂവൽ ആണ് ആ കമ്പനിക്ക് അല്ലെങ്കിൽ ആ ഒരു ഷോപ്പിന് 2 അപ്രൂവൽസ് ആണ് ആവശ്യമായി വരുന്നത്. ഒന്ന് എന്താണ് ഡ്രഗ് ലൈസൻസ്, 2 ഗുഡ് മാനുഫാക്ചറിംഗ് പ്രാക്ടീസ്. ക്ലിയർ ആയോ? ഒരു മിനിറ്റ്, ഫാർമസ്യൂട്ടിക്കൽ ഫോർമുലേഷൻ ഒന്ന് എഴുതിയെടുക്കോ? മിസ് പറഞ്ഞുതരാം, ഒന്ന് എഴുതിയെടുക്കോ എല്ലാവരും? ഫാർമസ്യൂട്ടിക്കൽ ഫോർമുലേഷൻ എന്ന് മിസ് പറഞ്ഞുതരാം കേട്ടോ. എന്നിട്ട് മിസ് പറഞ്ഞുതരാം എന്താണെന്നുള്ളത്. ഫാർമസ്യൂട്ടിക്കൽ ഫോർമുലേഷൻ drug is mixed with all other components by considering the factors of particle size, polymorphism, pH value, and become the final beneficial product. ഒന്നുകൂടെ പറയാം. Pharmaceutical formulation. Drug is mixed with all other components by considering the factors of particle size, polymorphism, pH value, volume of polymorphism. കേട്ടിട്ടില്ലേ? കെമിസ്ട്രിയിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് പോളിമോർഫിസം. മിസ് പറഞ്ഞുതരാം, ഓരോന്നും പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ അത് എഴുതിയെടുക്കാം, എന്നിട്ട് മിസ് പറഞ്ഞുതരാം. പോളിമോർഫിസം, POLY MOR PH polymorphism. Okay. ISM polymorphism. pH value കേട്ടിട്ടുണ്ടല്ലേ നമ്മ ഒരു സൊല്യൂഷനിലെ അല്ലെങ്കിൽ ഒരു സബ്സ്റ്റൻസിന്റെ pH വാല്യൂ അല്ലെ, അതിലടങ്ങിയിരിക്കുന്ന അസിഡിറ്റിന്റെ അസിഡിറ്റിയുടെ അല്ലെങ്കിൽ അതിലുള്ള ബേസിസിറ്റി, അതായത് ഹൈഡ്രജന്റെ ഒക്കെ അളവിന് പറയുന്നതാണ് pH value ആൻഡ് സോളുബിലിറ്റി, അതിനാൽ ലയിക്കാനുള്ള കഴിവ് അല്ലെ, ടെമ്പറേച്ചർ അല്ലെങ്കിൽ ലയിക്കാനുള്ള കഴിവ്, solubility, and become the final beneficial product. Particle size. Okay, particle size.
pharmaceutical formulation, drug is mixed with all other components by considering the factors of അതിലടങ്ങിയിരിക്കുന്ന ഫാക്ടേഴ്സിന്റെ അല്ലെ എന്താണ് പാർട്ടിക്കിൾ സൈസ്, ഓരോ പാർട്ടിക്കിളിന്റെയും സൈസ് എത്രയായിരിക്കും അല്ലെ, വലിപ്പം എത്ര ഉണ്ടായിരിക്കണം, പോളിമോർഫിസം നോക്കുന്നുണ്ട്, പിന്നെ pH വാല്യൂ ആൻഡ് സോളബിലിറ്റി അല്ലെ, അതിനെ സോളബിൾ ചെയ്യാനുള്ള ടെമ്പറേച്ചർ, അതല്ലെങ്കിൽ ഏതെങ്കിലും ലിക്വിഡിലെ സോളബിൾ ചെയ്യാനുള്ള കഴിവ്, solubility, and become the final product. എന്നിട്ട് എന്ത് ചെയ്യാ, അത് ഫൈനൽ പ്രോഡക്റ്റ് ആക്കാം അല്ലെ. എഴുതി കഴിഞ്ഞോ? ഇപ്പൊ നമ്മ മരുന്നുകള് വാങ്ങിക്കുമ്പോ ആ മരുന്നുകളുടെ ബാക്കിൽ കണ്ടിട്ടുണ്ടെന്നും കമ്പോണൻസ്, ഇൻഗ്രീഡിയന്റ്, എന്തൊക്കെ കാര്യങ്ങള് അതിലടങ്ങിയിട്ടുണ്ടെന്നും പറഞ്ഞ കണ്ടിട്ടില്ലേ? അപ്പൊ അതങ്ങനെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് അതിലടങ്ങിയിരിക്കുന്ന ആ കമ്പോണൻസ് തിരഞ്ഞെടുക്കുന്ന സമയത്ത് വെറുതെ സെലക്ട് ചെയ്യോ? ഇന്ന സാധനങ്ങൾ ആ മെഡിസിനുകളിൽ അല്ലെങ്കിൽ പാരസെറ്റമോൾ ഉണ്ടാക്കുകയാണ്, അല്ലെങ്കിൽ പെൻഡാസിഡുബർ ഉണ്ടാക്കുകയാണ്, അപ്പൊ വെറുതെ അവര് കുറച്ച് ഘടക കമ്പോണൻസിനെയാണ് ഉൾപ്പെടുത്തുന്നത്. എന്താ അല്ല, എന്താണ് ആ മരുന്ന്, ആ അസുഖം ഭേദമാക്കാൻ പറ്റുന്ന കമ്പോണൻസ് അല്ലേ, എഫക്ട് ചെയ്യുന്ന കമ്പോണൻസ് ആണ് അവർ ഉപയോഗിക്കുന്നത്. ഇപ്പൊ പനി അല്ലെ, അതിലടങ്ങിയ കമ്പോണൻസ് എന്ത് ചെയ്യണം, നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിപ്പിച്ചിട്ട് നമ്മുടെ ആ പനി അല്ലെങ്കിൽ നമ്മുടെ ആ പെയിൻ മാറ്റണോ? അപ്പൊ അങ്ങനെ എന്താണ്, അത് എത്രത്തോളം എഫക്റ്റീവ് ആവുന്നത് നോക്കിയിട്ടാണ് അല്ലെ കമ്പോണൻസുകൾ സെലക്ട് ചെയ്യുന്നത്. കൂടാതെ ഇതും കൂടി നോക്കുന്നുണ്ട്, ആ കണികകളിൽ അതിന്റെ ആ പാർട്ടിക്കിൾസിന്റെ സൈസ്, എത്രത്തോളം സൈസ് വേണം. പിന്നെ പോളിമോർഫിസം, പോളിമോർഫിസം എന്ന് പറഞ്ഞാൽ ഒരു സബ്സ്റ്റൻസിൽ അടങ്ങിയിരിക്കുന്ന, കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുണ്ട്, ഓരോ സബ്സ്റ്റൻസിൽ ഒരുപാട് മോളിക്യൂൾസ് അടങ്ങിയിട്ടില്ലേ, ഔട്ടർ ഷെല്ലിൽ എത്തുക അല്ലെ, ഇന്നർ ഷെല്ലിൽ എത്തുക എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടില്ലേ മോളിക്യൂൾസ്. അപ്പൊ നമ്മ മോളിക്യൂൾസിന്റെ അറേഞ്ച്മെന്റ്സിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരുത്തിയാല് നമുക്ക് അതിന്റെ ഫോമുകൾ മാറ്റാൻ സാധിക്കുന്നുണ്ടല്ലോ, പല ക്രിസ്റ്റലൈൻ ഫോമുകളിലേക്ക് മാറ്റാം അല്ലെ. ഇപ്പൊ ഔട്ടർ ഷെല്ലിൽ 8 ഉള്ളത് മാറ്റിയിട്ട് നമുക്ക് 6 ആക്കുകയാണ്. അപ്പൊ എന്ത് ചെയ്യും, അതിന്റെ ആ ഫോമിൽ ചേഞ്ചസ് വരുമല്ലോ. നിങ്ങൾ കൂടുതലായിട്ട് പഠിക്കാനൊന്നുമില്ല കേട്ടോ, മിസ് നിങ്ങൾക്ക് ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറഞ്ഞു തരുന്നതാണ് കേട്ടോ, ഫാർമസ്യൂട്ടിക്കൽ ഫോർമുലേഷൻ മനസ്സിലാക്കാൻ വേണ്ടി മാത്രം. അപ്പൊ എന്താണ്, അങ്ങനെയുള്ള എന്താണ് നമ്മൾ മോളിക്യൂൾസിന്റെ അറേഞ്ച്മെന്റ്സിൽ വ്യത്യാസം വരുത്തി കഴിഞ്ഞാൽ നമുക്ക് പല ക്രിസ്റ്റലൈൻ ഫോമുകളിലേക്ക് ആ സബ്സ്റ്റൻസിനെ മാറ്റാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ഇപ്പൊ മിസ് ഒരു എക്സാമ്പിൾ പോലെ അതിനെയാണ് പോളിമോർഫിസം എന്ന് പറയുന്നത്. നമ്മളെ എന്താണ്, ഒരു സബ്സ്റ്റൻസിൽ അടങ്ങിയിരിക്കുന്ന മോളിക്യൂൾസിന്റെ അറേഞ്ച്മെന്റ്സിൽ വ്യത്യാസങ്ങൾ വരുത്തിയിട്ട് പല ക്രിസ്റ്റലൈൻ ഫോമുകളിലേക്ക് മാറ്റുന്നതിനെയാണ് പോളിമോർഫിസം എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? പറയണോ മിസ്, ഇനി പറയണോ? ഓക്കെ ആണോ? ഇനി ഉണ്ട്, കുറച്ചും കൂടി ഉണ്ട്, മിസ് ഒന്നുകൂടെ പോളിമോർഫിസം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഈ ഫോം 1, ഫോം 2, ഫോം 3 അങ്ങനെ പല ക്രിസ്റ്റലൈൻ ഫോമുകളിലേക്ക് മാറ്റാൻ സാധിക്കും. അപ്പൊ ഈ ഓരോ ഫോമുകൾക്കും ചിലപ്പോൾ അത് സോൾബിൾ ചെയ്യാനുള്ള, ലയിക്കാനുള്ള കഴിവ് വ്യത്യാസം ഉണ്ടാകും, അതല്ലെങ്കിൽ അതിന് വിഘടിക്കാനുള്ള കഴിവ് വ്യത്യാസപ്പെട്ടിരിക്കുന്നു, അതല്ലെങ്കിൽ അതിന്റെ സ്ഥിരതയില്ലേ, ബേസിസിറ്റി, സ്റ്റെബിലിറ്റി എന്നൊക്കെ പറയില്ലേ നമുക്ക്. അപ്പൊ അതിനൊക്കെ എന്ത് വരും, ചേഞ്ചസ് വരുമല്ലോ. അപ്പൊ അതൊക്കെ നോക്കിയിട്ടാണ് അവർ ഏത് ഫോമിലുള്ള കമ്പോണൻസ് ആണ്, ഏത് ഫോമിലുള്ള ക്രിസ്റ്റലൈൻ ഫോം ആണ് അവർക്ക് ഉപയോഗിക്കേണ്ടതെന്ന് ഒരു നോക്കിയിട്ടാണ് എന്താണ് ഈ ഡ്രഗ്സിൽ ഉൾപ്പെടുത്തുന്നത്. ഇപ്പൊ മിസ് ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നമ്മുടെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന പാരസെറ്റാമോൾ ഇല്ലേ, പാരസെറ്റാമോൾ അല്ലേ, ആ പാരസെറ്റാമോളിന്റെ പോളിമോർഫ്സിനെ പറയുന്നതാണ് അസിറ്റാമിനോഫെൻ. നമ്മുടെ പാരസെറ്റാമോളിന്റെ പോളിമോർഫ്സിനെ പറയുന്നതാണ് അസെറ്റാമിനോഫെൻ. ഇതില് ഫോം 2, അപ്പൊ ഇത് എന്ത് ചെയ്യും, നമ്മ പല പോളിമോർഫ്സുകളാക്കുമ്പോ അതിന്റെ ഫോം 2ന് ഫോം 1നേക്കാൾ കൂടുതൽ സ്ഥിരതയും ലയിക്കാനുള്ള കഴിവും കൂടുതലാണ്. അപ്പൊ അവർ ഏത് ഫോം ആയിരിക്കും, മെഡിസിൻ
തയ്യാറാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്? ഫോം 2 ആയിരിക്കും അല്ലെ? ഫോം 2 ആയിരിക്കും. അപ്പൊ മനസ്സിലായോ? പോളിമോർഫിസം ഫാർമസ്യൂട്ടിക്കൽ ഫോർമുലേഷൻ മനസ്സിലായോ? അപ്പൊ അവരെന്ത് ചെയ്യുന്നുണ്ട്? ഓരോ മരുന്നുകളും തയ്യാറാക്കുമ്പോൾ അതിലടങ്ങിയിരിക്കുന്ന കമ്പോണൻസിന്റെ കണിക വലിപ്പം, അതിന്റെ പോളിമോർഫിസം നോക്കിയിട്ട് ഏത് ഫോമാണ് അവർക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നത് അല്ലെ, ഏത് ക്രിസ്റ്റലൈൻ ഫോം ആയിരിക്കും അവർക്ക് അതിന് യൂസ് ചെയ്യാൻ സാധിക്കുന്നത്. പിന്നെ എന്താണ്? pH വാല്യൂ നോക്കുന്നുണ്ട് അല്ലെ, ആ സബ്സ്റ്റൻസിന്റെ pH വാല്യൂ, അതിൽ എത്രത്തോളം അസിഡിറ്റി ഉണ്ട്, അതിൽ എത്രത്തോളം ഹൈഡ്രജൻ ഉണ്ട്, അതൊക്കെ നോക്കുന്നുണ്ട്. പിന്നെ കൂടാതെ എന്താണ്? സോളുബിലിറ്റി അല്ലെ, എന്നീ ഘടകങ്ങൾ പരിഗണിച്ച് എന്താണ് ലാസ്റ്റ് ഒരു ഫൈനൽ പ്രോഡക്റ്റ് ഉണ്ടാക്കുകയാണ് അല്ലെ. അന്തിമ പ്രയോജനകരമായ ഒരു ഔഷധ ഉൽപ്പന്നം എന്ന് പറഞ്ഞാൽ എന്താ? മെഡിസിൻ ആക്കി മാറ്റുന്ന പ്രക്രിയയെയാണ്, അങ്ങനെയുള്ള ഒരു മൾട്ടി സ്റ്റെപ്പ് പ്രക്രിയയെയാണ് ഫാർമസ്യൂട്ടിക്കൽ ഫോർമുലേഷൻ എന്ന് പറയുന്നത്. ക്ലിയറായോ? ഒന്നുകൂടെ മിസ് പറഞ്ഞുതരാം. എന്താണ്? നമ്മൊരു മെഡിസിൻ ഉൽപ്പാദിപ്പിക്കുന്ന സമയത്ത് അതിലടങ്ങിയിരിക്കുന്ന കമ്പോണൻസിന്റെ പാർട്ടിക്കിൾസിന്റെ വലിപ്പം, പോളിമോർഫിസം അല്ലെ, ഏത് ക്രിസ്റ്റലൈൻ ഫോം ആണ് അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്, അങ്ങനെയുള്ള പോളിമോർഫിസം, pH വാല്യൂ, സോളുബിലിറ്റി എന്നീ ഘടകങ്ങൾ പരിഗണിച്ച് പിന്നെന്താണ് അവർക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന അല്ലെ, നമുക്ക് അസുഖത്തിന് ഉപയോഗിക്കാൻ പറ്റുന്ന അന്തിമ പ്രയോജനകരമായ ഔഷധമാക്കി മെഡിസിൻ ആക്കി മാറ്റുന്നതിനെയാണ് ഫാർമസ്യൂട്ടിക്കൽ ഫോർമുലേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? എല്ലാവർക്കും ഓക്കെ ആണോ? ഓക്കെ മിസ് ഇന്നെടുത്തത് ക്ലിയർ ആണോ എല്ലാവർക്കും? ഇന്നെടുത്തത് ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെ, അപ്പൊ മിസ് ഇന്ന് ഇത്രേ എടുക്കുന്നുള്ളൂ. എന്തെങ്കിലും ചേഞ്ചസ് വരുത്താണെങ്കിൽ നിങ്ങൾക്ക് പറയാം. മിസ് ഇന്ന് ഇത്രേ എടുക്കുന്നുള്ളൂ, ബാക്കി മിസ് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു ഓൾ. ഇന്നത്തെ ക്ലാസ് മിസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. ഓക്കെ, താങ്ക് യു ഓൾ. താങ്ക് യു മിസ്. Thank you. പറയണം. താങ്ക് യു. മലയാളം പറഞ്ഞാൽ മതിയോ? നെക്സ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞാൽ മതി അല്ലേ? ആരാണ്? നെക്സ്റ്റ് ക്ലാസ്സിൽ മിസ് തുടങ്ങാം കേട്ടോ. ഇന്ന് നെക്സ്റ്റ് മിസ് വെയിറ്റ് ചെയ്യുന്നുണ്ട്. മിസ് കയറി കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ക്ലാസ് മിസ്സിന്റെ നാളെ ഉണ്ട് കേട്ടോ. നാളെ പറയാം കേട്ടോ. ഓക്കെ, താങ്ക് യു.